യാത്ര വിജയമാണ്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര രാഹുലിൻ്റെ മാത്രം യാത്രയായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല. പ്രതിപക്ഷത്തെ ഐക്യപ്പെടുത്തി എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന യാത്ര. പല നേതാക്കളും പങ്കെടുത്ത് ഇടയ്ക്കൊന്ന് പാർലമെന്റിലേക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും പങ്കെടുത്ത് അങ്ങനെ എല്ലാവരും ഐക്യപ്പെട്ട ഒരു യാത്ര എന്ന നിലയ്ക്കാണ് ഇത് വ്യത്യസ്തമാക്കുന്നത്. ആ നിലയ്ക്ക് യാത്ര വിജയമാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി സമാപന സമ്മേളനത്തിൽ പറഞ്ഞ ആ പ്രസംഗം, ആ മുന്നറിയിപ്പ്, അതെന്താകും, ആ ബോംബ് എന്താകും എന്നുള്ള ആകാംക്ഷയാണ് എനിക്കുള്ളത്. കാരണം ആറ്റം ബോംബ് എന്ന് പറഞ്ഞ് പൊട്ടിച്ച ആ ബോംബ് അത്ര ശക്തിയുള്ള ബോംബ് തന്നെയായിരുന്നു. അപ്പോൾ ഇനി പറയുന്ന ഹൈഡ്രജൻ ബോംബ് എന്തായിരിക്കാം? ഇനിയിപ്പോൾ ഈ പറയുന്ന മോദിക്ക് മുഖം ജനങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ബോംബാണ് കാത്തുവച്ചിരിക്കുന്നത് പറയുമ്പോൾ അത് വാരാണസിയിലേക്കാണോ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ സംശയമായി നിൽക്കുന്നു. കാരണം 2019 4,79,505 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചിരുന്നത്. പക്ഷേ 2024 വരുമ്പോൾ 3 ലക്ഷത്തിൻ്റെ വോട്ടിൻ്റെ കുറവ് വരികയാണ്. 1,52,513 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. നമ്മൾ കണ്ടാണല്ലോ വോട്ടെണ്ണലിലെ ആദ്യത്തെ മണിക്കൂറുകളിൽ എങ്ങനെയാണ് അജയ് റായ് 10,000 വോട്ടിൻ്റെ മുന്നിൽ പോയിരുന്നു. അപ്പോൾ അതൊരു പിന്നീട് വന്ന ആ വിജയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളാണോ ഇനി പൊട്ടിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ആകാംക്ഷയായി നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ യാത്ര വിജയമാണെന്ന് മാത്രമല്ല, വളരെ കാൽക്കുലേറ്റഡായി, വളരെ തെളിവുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ ഒരു കാര്യത്തിന് പോലും കൃത്യമായ മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് BJP സർക്കാരിൻ്റെ സഖ്യകക്ഷിയാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോടതിയിലേക്ക് ഇന്നിപ്പോൾ അവസാന ദിവസമായിരുന്നല്ലോ. പിഴവ് ചൂണ്ടിക്കാട്ടാനും അപേക്ഷ നൽകാനുള്ള അവസാന ദിവസമായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയും ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തിരിക്കുന്നു. സുപ്രീം കോടതിയോട് ദിവസം നീട്ടിത്തരാം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഇലക്ഷൻ കമ്മീഷന് എത്തേണ്ടി വന്നിരിക്കുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ പറയുന്ന പുതിയ കണക്കുകൾ, റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ പുതിയ കണക്കുകൾ കൂടി വരുന്നുണ്ട്. ആ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഇരട്ട വോട്ട് ബീഹാറിൽ നല്ലവണ്ണമുണ്ട്. അവർ പറയുന്നത് 1,87,000 പേർക്ക് ഇരട്ട വോട്ടുണ്ട് എന്നാണ്. അതിൽ 1,00,000 പേർക്ക് 2 ID കാർഡുകൾ ഉണ്ട് എന്നും പറയുന്നത്. അത് പരിഹരിച്ചു, വൃത്തിയാക്കി എന്ന് പറയുന്ന സംവിധാനത്തിലെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ 2 വോട്ട് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ 2 വോട്ടുകൾ നേരത്തെ ചെയ്ത സ്ഥിതിയുണ്ട് പല സംസ്ഥാനങ്ങളിൽ. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇതേപോലെ നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടി വരും. നമ്മൾ ഈ ബീഹാറിലെ യാത്ര നോക്കുമ്പോൾ ബീഹാറിലെ മണ്ണ് എങ്ങനെ വ്യത്യസ്തമാണെന്നുള്ള കാര്യം സുനിൽ ചൂണ്ടിക്കാണിച്ചു. നമ്മൾ കണ്ടതാണ് ബാബറി മസ്ജിദ് പൊളിക്കാനായി അദ്വാനി നടത്തിയ രഥയാത്ര. ആ രഥയാത്ര ബീഹാറിലാണ് തടയപ്പെട്ടത്. ബീഹാറിൽ നിന്ന് VP സിംഗ് പറഞ്ഞതനുസരിച്ച് അന്ന് ലാലു പ്രസാദ് യാദവാണ് ആ യാത്ര തടയുകയും അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ആ മണ്ണിനുണ്ട്. ആ മണ്ണിൽ വെച്ച് ഇപ്പോൾ ഒരു പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണെങ്കിൽ അത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതാണ്. 13 ദിവസം നടത്തിയിരിക്കുന്ന ഈ നീണ്ട യാത്ര, അതിൽ വലിയ ആത്മവിശ്വാസം പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. വലിയ ജനപിന്തുണ അവിടെ ലഭിച്ചിരിക്കുന്നു. ഈ യാത്ര നടക്കുമ്പോൾ തന്നെ അവിടെ പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്ന പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞതിനാണോ ആളുകൾ ചെവി കൊടുത്തിരിക്കുന്നതോ ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾക്കാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഈ രാഹുൽ ഗാന്ധിയെ കരിങ്കൊടി കാണിക്കാൻ വന്ന ഈ BJP-യിൽ നിന്നുള്ള ഒരു യുവാവിനെ അപ്പുറത്തേക്ക് മധുരം നൽകിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് ആക്കുന്ന ഒരു രീതി കൂടി രാഹുൽ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയാണ്, അത് വൈരാഗ്യ ബുദ്ധിയാലല്ല, കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടി പറയാനില്ല. അപ്പോൾ അയാളോട് ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് വിശദീകരിക്കുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ ജനങ്ങൾക്ക് അവബോധം നൽകിക്കൊണ്ടുള്ള യാത്രയാണ്. ആ നിലയ്ക്ക് ആ യാത്ര വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും മറുപടി പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്നു. അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ പൂർണ്ണമായും വെറുതിയിലാക്കുന്ന സാഹചര്യം തുടരുന്നു എന്നുള്ള കാര്യം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടും ഒരു വലിയ പ്രതിഷേധം ഉയരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഗുജറാത്തിൽ നിന്നും ജസ്റ്റിസ് പഞ്ചോളിയെ സുപ്രീം കോടതിയിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം, വലിയ ചർച്ചകൾ, വിവാദം കൊടുക്കുന്നു. കൊളീജിയത്തിൽ ജസ്റ്റിസ് നാഗരത്ന മാത്രമാണ് അതിനെ എതിർത്തതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തു വരികയാണ്. 56 ഹൈക്കോടതി ജഡ്ജിമാരെയും നിരവധി ചീഫ് ജസ്റ്റിസുമാരെയും ഒക്കെ പിന്തള്ളിക്കൊണ്ടാണ് പഞ്ചോളി അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ നടക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജസ്റ്റിസ് മുരളീധരനെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് മാറ്റാൻ സർക്കാർ എങ്ങനെ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മുൻ സുപ്രീം കോടതി ജഡ്ജി മദൻ ലോക്കൂറാണ് അത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. കാരണം ഈ ഡൽഹി കലാപമൊക്കെ നടക്കുന്ന സമയത്ത് ശക്തമായ നിലപാടെടുത്ത ജസ്റ്റിസ് മുരളീധരനെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് മാറ്റാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് കോടതിയെയും ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. RSSന്റെ 100ാം വർഷത്തിൽ ജനാധിപത്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് വിജയിക്കാതിരിക്കാനുള്ള യാത്രയാണ്. ഈ യാത്ര നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിൽ നിൽക്കുന്നില്ല. ഇനിയും അങ്ങോട്ട് യാത്ര തുടരും. വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുള്ള യാത്ര പോകും. അവിടെ
ഐക്യത്തോടെ പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വിജയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ നിലനിൽപ്പ് തന്നെ കുഴപ്പത്തിലാകുന്ന ഒരു സാഹചര്യം വന്നു എന്നുള്ള കാര്യം ഓരോ രാഷ്ട്രീയ പാർട്ടിയും മനസ്സിലാക്കിയാണ്. അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് പോലും ആദ്യന്തം അവരുടെ പ്രതിനിധിയെ ഈ യാത്രയിൽ പങ്കെടുപ്പിച്ചിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് പ്രതീക്ഷ നൽകുന്ന യാത്രയാണ്. ആ യാത്ര പൂർണ്ണ വിജയമാണ്. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാനുണ്ട്. ആ ഹൈഡ്രജൻ ബോംബിനായി ഞാൻ കാത്തിരിക്കുന്നു. Meet the editors.